Hi friends, welcome back to Jaya's Recipes. ഇന്ന് നമുക്ക് നല്ലൊരു ലേയേർഡ് മസാല പറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നല്ല ചായക്കൊപ്പം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ഹെവി ആയിട്ട് ഒരാൾക്ക് ഒന്ന് തന്നെ കഴിച്ചാൽ ധാരാളമാണ്, അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് മതിയാവും. അപ്പോൾ ആദ്യം ഈ ഓയിലും ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അരമണിക്കൂറോളം ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ അംചൂർ പൗഡർ പറയും, മാങ്ങ ചെറുതായിട്ട് ഉണക്കി പൊടിച്ചത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി, പക്ഷെ ഇതാവുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ചേർത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി. ഈ കസൂരി മേത്തി ഇല്ലെങ്കിൽ നമ്മൾ മല്ലിയില ചേർക്കുന്നുണ്ട്, അപ്പോൾ അതായാലും മതി. കസൂരി മേത്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മസാല റെഡിയായി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക കേട്ടോ ആട്ട. ഇനി അരമണിക്കൂർ വെക്കാൻ സമയമില്ലെങ്കിൽ ഇതൊരു 4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. ഇനി ഇതേപോലെ ചപ്പാത്തി കല്ലുമ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ മീതെ കുറച്ച് നെയ്യ് പുരട്ടുക. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാവൂ, അല്ലെങ്കിൽ നെയ്യോ ബട്ടറാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ഈ മസാല നമ്മൾ ഒരു 4 ഭാഗമാക്കി മാറ്റിയിട്ട് അതിലത്തെ ഒരു ഭാഗം മസാല ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് നല്ല നൈസായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചതായാലും മതി വെളുത്തുള്ളി ഇതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് മല്ലിയിലും വിതറി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോരും. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഉറച്ചിരുന്നോളും. അപ്പോൾ വെളുത്തുള്ളി നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി വിതറി മതി. ഒരു സ്പൂണൊക്കെ, ഒരു ചെറിയൊരു സ്പൂണ് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ഇത് നമുക്ക് ഏത് രീതിയിൽ എളുപ്പിച്ചാൽ ആ രീതിയിൽ മടക്കിയെടുക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് മടക്കിയെടുക്കാനോ എളുപ്പച്ചാൽ അങ്ങനെയും ചെയ്യാം. ഞാൻ 2 തരത്തിലും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ എളുപ്പത്തിലുള്ളത് വെച്ചാൽ അത് ചെയ്യാം. ഇതിന് മീതെ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി ഒന്ന് മീതെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വിതറിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അവസാനം വരുന്ന ഭാഗം മീതെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈകൊണ്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്യുക. ഞാൻ അതിന് മീതെ കുറച്ച് എള്ള് വിതറിയിട്ടുണ്ട്. എള്ള് വേണമെന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ എള്ളുണ്ടെങ്കിൽ അത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ എള്ളിൻ്റെ ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എള്ളില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇതേപോലെ പൊടി തൂവിയിട്ട് ഒന്നും കൂടിയും പരത്തുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും അമർത്താതെ പരത്തിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ പരത്തിയെടുക്കുക. അടുത്തത് ഞാൻ റോൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്, അത് ഞാൻ കാണിക്കാം. ഞാൻ ഇതിന് മുന്നേ ഗാർലിക് പൊറോട്ട റെസിപ്പി, ഗാർലിക് ലേയേർഡ് പൊറോട്ടയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കാണാത്തവർ കണ്ടു നോക്കൂ. അധികം ആരും അത് കണ്ടിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വീണ്ടും ഇതേപോലെ നെയ്യ് തൂവി കൊടുക്കുക. മസാല വിതറുക. തന്നെ വെളുത്തുള്ളി കുറച്ച് വിതറി കൊടുക്കുക. കുറച്ച് മല്ലിയില വിതറുക. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുക.
എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ എടുത്ത് റോൾ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എള്ള് വിതറാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എള്ള് ഇതിന് മീതെ വിതറിയിട്ടൊന്ന് പ്രസ് ചെയ്യുക. എള്ളുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശക്കല്ലുമ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്കല്ല് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് കുക്കായതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഓയിൽ ഒഴിക്കാവൂ. ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യാകുമ്പോൾ കുറച്ച് ക്രിസ്പി ആയി കിട്ടും. ബട്ടർ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് തൂവി കൊടുക്കാം. ബട്ടർ, നെയ്യ്, ഓയിൽ എന്താണെങ്കിൽ. ബട്ടർ നെയ്യൊക്കെ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ലെയറൊക്കെ ഇങ്ങനെ തന്നെ അടർന്ന് വരാൻ തുടങ്ങും. കണ്ടില്ലേ, ഇങ്ങനെ ലെയർ തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ അതാ ലേയേർഡ് മസാല പറാഠ റെഡിയായി. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ സാധാരണ കേരള പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെയറായിട്ട് ഇങ്ങനെ വരും. നല്ല ടേസ്റ്റാണത്. കുറച്ച് തൈരും കുറച്ച് അച്ചാറൊക്കെ മതി. കറി വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഗാർലിക് പൊറോട്ട കാണാത്തവരെ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.